ഹായ്. കുറച്ച് മുമ്പ് ഞാനൊരു റീലിട്ടിട്ടുണ്ടായിരുന്നു ഈ സാരിയൊക്കെ ഇട്ടിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇന്ന് സാരി തന്നെ ഉടുക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. December 21 സാരി ഡേ, കേട്ടോ. വേൾഡ് സാരി ഡേ എന്നാണ് പറയുന്നതിന്. അതേതോ കവിതി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ എന്തുവാണ് ഇതിന് ഇനീഷ്യേറ്റ് എടുത്തതെന്ന് ഞാൻ വായിച്ചു കേട്ടോ. ഗൂഗിളിൽ വായിച്ചറിയുള്ളൂ എനിക്ക്. സോ ഐ തോട്ട് ലെറ്റ് മീ ടോക്ക് അബൌട്ട് സാരീസ്. ഇന്ന് സാരി കഥകളായിക്കോട്ടെ. എന്താണെന്നറിയോ, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ സാരി പ്രേമം തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയാം. വളരെ കുഞ്ഞായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 4-5 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ ഞാനിങ്ങനെ സാരി കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയായിരുന്നു. എന്താ കാര്യം എന്നറിയോ? ഉഷാൻറ്റിയെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന വർഷമാണത്. ഉഷാൻറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇളയ ബ്രദറുണ്ട്, ജയപ്രകാശ് എന്ന് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഉഷാൻറ്റി അന്ന് സ്പൈസസ് ബോർഡിൽ ജോലിയാണ്. അപ്പോൾ ഉഷാൻറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് സുഹാസിനിയാണ് കേട്ടോ. സുഹാസിനി, കൂടെ വിടയിലെ സുഹാസിനിനെ ഒന്ന് അങ്ങോട്ട് ആലോചിച്ചോളൂ. അതിലുള്ള സാരീസും ആലോചിച്ചോളൂ. കാണാത്തവരുണ്ടാവില്ലല്ലോ കൂടെ വിടെ. പുതിയ തലമുറയിലുള്ള കുട്ടികൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർക്കറിയണ്ടാവില്ല. സോ പെട്ടെന്ന് പോയിട്ട് കൂടെ വിടെ യൂട്യൂബിലെടുത്ത് കാണും. നമ്മുടെ റഹ്മാൻ ആദ്യമായിട്ട് വന്ന മൂവിയാണ് കൂടെ വിടെ. അതിനകത്ത് സുഹാസിനി, മമ്മൂട്ടിയൊക്കെ ഉണ്ട്. അതിൽ സുഹാസിനിയുടെ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് ഉഷാൻറ്റിയുടേത്. അങ്ങനെ ഞാൻ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് സുഹാസിനിയുമായിട്ടാണ്. ഉഷാൻറ്റിക്ക് ഇപ്പോൾ നല്ല പ്രായമായി, കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ സാരികളൊന്നും അങ്ങനെ അണിയാറില്ല. ഷീ ഈസ് സിക്ക്. അതുകൊണ്ട് അപ്പോൾ ഉഷാൻറ്റിയുടെ മകളുണ്ട് കേട്ടോ. ഷീ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അവരും അങ്ങനെ എൻ്റെ അമ്മാവൻ്റെ മോള് നന്നായി സാരികൾ സൂക്ഷിക്കുകയും ഒരുപാട് സാരീസ് ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഹെറിറ്റേജ് സാരീസ് കാണും. അമ്മയുടെ കളക്ഷൻസ് അല്ലേ. അപ്പോൾ ഈ ഉഷാൻറ്റി ഒരു സാരി ഉടുത്തിട്ട് ഒരു കല്യാണത്തിന് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. 56 കസിൻസ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ അതിൽ ഒരു കസിൻ്റെ കല്യാണത്തിന് ഉഷാൻറ്റിയാണ്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ്, 30ഒന്നുമല്ല, 40-45 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എന്ന് പറയുമ്പോഴേ ആരാണ്, ബ്യൂട്ടീഷ്യനൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പോൾ വീട്ടിലെ ഇതുപോലെയുള്ള യങ് ആയിട്ടുള്ള ആളുകൾ ഒരുക്കി കൊടുക്കും അല്ലേ. അപ്പോൾ ആ ചേച്ചിയെ എങ്ങനെ ഒരുക്കി കൊടുക്കുമായിരുന്നു. ഉഷാൻറ്റി ഒരുക്കി കൊടുത്തപ്പോൾ ഞാൻ കൂടെ നിൽക്കണ്ട. അപ്പോൾ ഉഷാൻറ്റി നല്ല മനോഹരമായിട്ടുള്ളൊരു സാരി ഇട്ടിരിക്കുക കേട്ടോ. ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് ആ കളർ. നമ്മൾ ഈ ഓർഗൻസ എന്നൊക്കെ ഇന്ന് പറയപ്പെടുന്ന, അന്നത്തെ എന്താണ് അതിനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല, അതിൽ നിറയെ ബുട്ടീസ്, അങ്ങനെ പൊട്ട് 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 പോലെ. ആ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊതനിറത്തിന് എന്താ നമ്മൾ, എൻ്റെ മനസ്സിൽ വരുന്ന ഊതനിറം പീച്ചിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പീച്ചിൽ ബ്ലാക്ക് ഇങ്ങനെ പൊട്ട് കൈകൊണ്ട് തുന്നിയിരിക്കുന്നു, എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നിറച്ച് പൊട്ടാട്ടോ. അത് കഴിഞ്ഞിട്ട് കാഞ്ചീപുരം സാരിയൊക്കെ ഉടുക്കും പുള്ളി കുറച്ച് കഴിയുമ്പം. ഈ ബ്രൈഡിനെ എന്താ പറയുക, ഒരുക്കി കഴിഞ്ഞ ശേഷമാണ് ഉഷാൻറ്റി പോയിട്ട് ഒരുങ്ങുക. അപ്പം അങ്ങനെ അതവിടെ അഴിച്ചിട്ടിട്ട് പോയി. അപ്പം അങ്ങനെയാണ് ഈ സാരി എൻ്റെ മനസ്സിലേക്ക് കയറുന്നത് കേട്ടോ. ആ ഒരു കഥ. എല്ലാവരും ഭയങ്കര ബിസിയായി. കല്യാണമൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ട്, അമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് പന്തലിട്ട്, അമ്മയുടെ ഇനിയൊരു ബ്രദറിൻ്റെ മകളുടെ കല്യാണമായിരുന്നു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ബീന ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ഉഷാൻറ്റി അങ്ങനെ ഒരുങ്ങി, ബീന ചേച്ചിയുടെ അല്ല, ഓമന ചേച്ചിയുടെ കല്യാണം. ആ സമയത്ത് ഒരുക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നീട് ഉഷാൻറ്റി വന്ന് സാരി അന്വേഷിക്കുകയാണ് മടക്കി വെക്കാനായിട്ട് കേട്ടോ. ഈ സാരി ഉരിഞ്ഞിട്ടിട്ട് പോയി കല്യാണമൊക്കെ കൂടാൻ. കാണുന്നില്ല. അതാരാ കൊണ്ടുപോയതെന്ന് ആർക്കും അറിയില്ല. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. എങ്ങനെയാണ്, അത്ര ഐ ക്യാച്ചിങ് സാരിയായിരുന്നു. അത് പോയി. അപ്പോഴേ അന്ന് ഉഷാൻറ്റി പറയണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അടുത്തേക്ക്, 300 രൂപ ആ ചേച്ചി ആ സാരിക്ക് ഇങ്ങനെ പറയണേ. എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. 300 രൂപ എന്ന് പറഞ്ഞാലേ അന്ന് ശമ്പളം 600 രൂപയായിരിക്കും, 45 ഇയേഴ്സ് ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ പോയി ഒരു 10,000-12,000 ഒരു സാരി വാങ്ങിക്കുന്ന പോലെയാണ് അന്നൊക്കെ 300 രൂപയുടെ സാരിയൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഒരു സാരി സ്റ്റോറി എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഉഷാൻറ്റിയെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സാരി. അത് കഴിഞ്ഞ് പിന്നെ രഞ്ജിനി ചേച്ചിയുടെ കല്യാണം വന്നപ്പോൾ, അതും കേണലമ്മാവിൻ്റെ മകളാണ്, മൂത്ത മകളാണ്. കല്യാണം വന്നപ്പോൾ ബ്രൈഡ് ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അന്ന് ഈ സാരിയൊക്കെ തലേന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പരിപാടി ഇല്ല. അവർ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അവർ അടുത്ത ദിവസമാണ് സാരി കൊണ്ടുവരുള്ളൂ. എന്നിട്ട് ഒരുക്കിയിട്ടാണ് മണ്ഡപത്തിലേക്ക് ഇറക്കുക. അന്നത്തെ സ്റ്റൈൽ അതാണ്. പെങ്ങന്മാരാണ് സാരിയൊക്കെ ഉടുപ്പിക്കുന്നതല്ലോ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയാണ്. അപ്പോൾ രഞ്ജിനി ചേച്ചി ഡ്രസ്സ് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി, ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, നാട്ടിലാണ് കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കായിരുന്നു. രഞ്ജിനി ചേച്ചി
സാരി ഉടുത്തത് ഗ്ലാസ് കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ വരകളായിരിക്കും. ഇപ്പോഴും എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സാരി ഉണ്ട്. പക്ഷെ അന്നത്തെ അത്രയും ബ്യൂട്ടി ഉള്ളതാണോ എന്ന് ചോദിച്ചാലല്ല. ഞാനിപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പ് ഒരു വൈറലായിട്ടുള്ളൊരു റീലിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉടുത്തിരിക്കുന്നത് ഗ്ലാസ് കോട്ട ഗ്രേ കളറിലെ സാരി. ഏകദേശം ആ ചേച്ചിയുടെ സാരി പോലെയായിരുന്നു. ചേച്ചിയുടെ ഗ്രീൻ ആയിരുന്നു. ഇങ്ങനെ ഗ്ലാസ് കോട്ട അറിയാമായിരിക്കും എല്ലാവർക്കും. എൻ്റെയൊക്കെ പ്രായമുള്ളവർക്ക്, കേൾക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ അജിത ചേച്ചിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഗ്ലാസ് കോട്ട എന്താണെന്ന്. അവരെ കൊടുത്തിട്ടുണ്ടാവണം അവരുടെ കോളേജ് ഡേയ്സിലൊക്കെ. സാനി ചേച്ചി, സിനി ചേച്ചി എന്നൊക്കെ ഞാൻ പറയുന്ന അവർ, എൻ്റെ വലിയച്ഛൻ്റെ മക്കൾ, അവർ ഇത് ഉടുക്കാറുണ്ട്. അവർ ഡിപ്ലോമ കോളേജിൽ പഠിക്കുമ്പോഴേ സാരിയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് 13 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് സാനി ചേച്ചിയും സിനി ചേച്ചിയൊക്കെ കോളേജിലേക്ക് പോകുന്നത്. അതായത് ഡിപ്ലോമയ്ക്കാണ് അവർ പഠിച്ചത്. ആലപ്പുഴ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അവിടെ, ആലപ്പുഴ കോളേജിൻ്റെ പേര് മറന്നേ. ആ കോളേജിൽ അവർ ഇത് പോളിടെക്നിക്കിൽ, കാർമൽ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ അവിടെ മസ്റ്റായിരുന്നു സാരീസ് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിക്കും, അയ്യോ എനിക്ക് ചേച്ചിക്ക് എന്തൊരു സുഖമാണ്, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് സാരി ഉടുത്തു എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ചേച്ചി അത് വലിയൊരു ഭാരമായിട്ടാണ് ചേച്ചിമാർക്ക് തോന്നിയിട്ടുണ്ടാവുക. അത് ചെറിയ പെൺകുട്ടികളല്ലേ, 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സായപ്പോഴേക്കും സാരി ഇട്ടിട്ട് പോവുക. അത് കഴിഞ്ഞ് അവർക്ക് വർക്ക്ഷോപ്സിൽ മാത്രം പാൻറ് ഷർട്ട് അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അയ്യോ ചേച്ചി എനിക്ക് എന്ത് ഇഷ്ടമാണ് സാരി ഉടുത്തിട്ട് പോകുന്നതെന്ന്. അപ്പം അമ്മയ്ക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരിയുടെ. അപ്പോൾ അത് മദ്രാസിൽ ഞാൻ പോയതിന് ശേഷം രംഗാചാരി ആൻഡ് സൺസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. താഴെ ഇരുന്നിട്ടാണ് അവർ എല്ലാം വിൽക്കുന്നത്. വളരെ മിതമായ രീതിയിലാണ് അവരുടെ ചുങ്കിടി സാരീസൊക്കെ കേട്ടോ അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ സാരികൾ കിട്ടുന്ന അതേപോലെ സമാനമായിട്ടുള്ളൊരു സാരി കിട്ടുന്ന കടയുണ്ട്. പൈക്കോ ഒക്കെ ഇല്ലേ, നിങ്ങൾ എറണാകുളത്തുള്ളവർക്ക് അറിയായിരിക്കും. ബ്രോഡ്വേയിൽ പൈക്കോ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പം ഈ കടയുണ്ടായിരുന്നു. ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഒന്ന് കറങ്ങി നോക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. പുൽപ്പായ വിരിച്ചിട്ട് നമ്മൾ തറയിലിരുന്നിട്ടാണ് സാരികൾ നോക്കുക. അപ്പോൾ അമ്മ എവിടെ നിന്നൊക്കെ കുറേ ഇങ്ങനത്തെയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. കാരണം അമ്മയ്ക്ക് സ്കൂള് തുറപ്പിന് മുമ്പേ ഒരു സാരി പർച്ചേസ് ഉണ്ട് സ്കൂളിൽ പോകാനായിട്ട്. വലിയ വിലയുടെ ഒന്നും അല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള കോട്ടൺ സാരീസ് ആയിരിക്കും. അമ്മ അത് ഉടുക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. എൻ്റെ അമ്മ എപ്പോഴും കുളിച്ചിട്ട് ഒരു റെഡ് കളറിലെ പൊട്ടൊക്കെ തൊട്ടിട്ട്, മുടി ഇങ്ങനെ ചുരുണ്ട മുടിയാണ് അമ്മയുടെ. അത് കുളിച്ചിട്ട് അമ്മ ഒരു ചന്ദനവും കുറിയും തൊടും, കുളിച്ചിട്ട് കെട്ടി ഇങ്ങനെ വടിക്കത്തില്ലേ, തുമ്പിങ്ങനെ കെട്ടി വെക്കുന്ന ആ ഒരു സ്റ്റൈലായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും പറയും നല്ല ഭംഗിയാണ് ആശ ടീച്ചർ വരുന്ന കാണാനെന്ന്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ ഈ സാരി കഥകളിലേക്ക് ഇണച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ 10th പേപ്പർ വാല്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ടല്ലേ ചെയ്യേണ്ടത്. അതിന് പോകുമ്പോൾ ഓരോ ദിവസം ഓരോന്ന് അഴിച്ചിട്ടിട്ട് പോകും. അപ്പം ഞാനും വലിയമ്മച്ചിയും എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ആയിരിക്കും വീട്ടിൽ. ഞാനിത് അമ്മ അഴിച്ചിട്ടതെല്ലാം ഉടുത്തിട്ട് നടക്കല പണിയുണ്ട്. അങ്ങനെയായിരുന്നു ഞാനൊരു 15 വയസ്സ് വരെ. എനിക്ക് അമ്മ എപ്പോഴാണ് സാരി അഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതെടുത്ത് ഇങ്ങനെ ഉടുക്കുമായിരുന്നു. എന്നിട്ട് എടുത്ത് ഇങ്ങനെ നോക്കും. അത് ഒരുമാതിരി എല്ലാ പെൺകുട്ടികളും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അന്നൊക്കെ അങ്ങനെയാണ്. എല്ലാവർക്കും സാരിയോട് ഒരു പ്രത്യേക അഭിനിവേശമാണ് അല്ലേ. അപ്പം എൻ്റെ സാരി പ്രേമങ്ങളൊക്കെ തുടങ്ങിയത് ഇങ്ങനെയാണ്. പിന്നീട് ഞാൻ മദ്രാസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അതേപോലെ എൻ്റെ കല്യാണം വന്ന സമയത്ത്, അതിന് മുമ്പ് എന്തായിരുന്നു, സാരികൾ ഉടുക്കാനുള്ള കാരണം, ഞാൻ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. മഹാരാജാസ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീക്കെൻഡ്സ് ഞാൻ പെരുമ്പാവൂർ എൻ്റെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ പൊന്നുരുന്നിയിൽ നിൽക്കും. അപ്പോൾ അവിടുത്തെ ചേട്ടത്തിമാർ, അതായത് അവിടുത്തെ ചേട്ടന്മാരെല്ലാം വിവാഹിതരായിട്ടുണ്ടായി ആ സമയത്ത്. അപ്പോൾ അവർക്കൊക്കെ സാരികളുണ്ടല്ലോ. ഇതെല്ലാം മാറി 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 ഉടുക്കലായിരുന്നു എൻ്റെ വിനോദം. കാരണം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അമ്മ വീട് പണിയും ഒക്കെ ആയിട്ട് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അമ്മ എനിക്കധികം ഡ്രസ്സുകളൊന്നും വാങ്ങിച്ചു തരാനോ അമ്മയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, നമ്മൾ ഈ വീട് പണിത ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തയ്യൽ കടയുണ്ട്. അവിടെ പോയിട്ട് അമ്മയുടെ പഴയ സാരികളൊക്കെ കൊണ്ടുപോയി ചുരിദാറാക്കി കേട്ടോ. അത് മണ്ടത്തരായിപ്പോയി, ഇന്ന സാരി മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിമാരുടെ സാരികൾ ഉടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീല, പച്ച, റെഡ് അങ്ങനത്തെ കുറേ കളേഴ്സിൻ്റെ ബ്ലൗസസ് അങ്ങ് തയ്പ്പിച്ചു. ഇപ്പോഴും ഓർമ്മയുണ്ട്, വനിതയിൽ പുറകിൽ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ വരുമായിരുന്നു ബ്ലൗസിൻ്റെ പാറ്റേൺസ്. ബാക്കിൽ ഇങ്ങനെ കട്ടമൊക്കെ വെച്ച് ആ ചേട്ടനെ കൊണ്ട് ഞാൻ അതെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ആ ഓർമ്മകളൊക്കെ, ഗോപിച്ചേട്ടൻ എന്നാണ് കേട്ടോ ആ ചേട്ടൻ്റെ പേര്. ഇപ്പം പുള്ളി തയ്യൽ ഇല്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബീന ചേച്ചി എന്ന് പറയുന്ന ചേച്ചിയുടെ തയ്യൽക്കട കണ്ടുപിടിച്ചത്. ആ കഥയും ഞാൻ ഇതിനകത്ത് വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ബ്ലൗസ് തയ്ക്കുന്ന കട കണ്ടുപിടിച്ചതെന്ന്. അങ്ങനെ ഞാൻ പാരീസ് കണ്ടുപിടിക്കുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക്
19 വയസ്സേ ഉള്ളൂ. 18-19 വയസ്സുള്ളപ്പോഴേ ഞാനിങ്ങനെ സാരീസാണ് ഉടുക്കുക. അവിടെയാണ് ഞാൻ തയ്ച്ചു തുടങ്ങിയത്. ഇന്നും അവിടെയാണ് തയ്ക്കുന്നത്. ഈ ബ്ലൗസും ഞാൻ പാരീസിലാണ് തയ്ച്ചത്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കാരണമാണ് കേട്ടോ പറഞ്ഞത്. സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ എന്തിനാണ് ഡ്രസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡ്രസ്സ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഹെറിറ്റേജ്, ഇതൊക്കെ ഒരു ഹെറിറ്റേജ് അല്ലേ. ഇപ്പോൾ കുറച്ച് സാരികളെ പറ്റി പറഞ്ഞിട്ട് തുടങ്ങട്ടെ. ഈ കേരളത്തിൽ നിന്നുള്ള ഒന്ന് മുകളിലോട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെയൊക്കെ ഓരോ പ്രത്യേക സാരികളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. ഓരോന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓക്കെ, ഹാൻഡ്ലൂം അറിയാം, കേരള ഹാൻഡ്ലൂം അറിയാം എല്ലാവർക്കും അല്ലേ. കൈത്തറി, പലതരത്തിലുള്ള കൈത്തറികളുണ്ട്. ചേന്നമംഗലം ഉണ്ട്, കൂത്താമ്പള്ളി ഉണ്ട്, ഇതൊക്കെ പിന്നെ ബാലരാമപുരം ഉണ്ട്. ഇത്രയും കൈത്തറീസ് വളരെ ഫേമസ് ആണ്. അപ്പം കേരളത്തിന് അതും എപ്പോഴും സെറ്റ് മുണ്ട് പോലത്തെയും സെറ്റ് സാരിയൊക്കെ. ഇത് തന്നെ ആസാമിലുണ്ട്, സെയിം ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗ് ദ സെറ്റ് മുണ്ട് പോലെ. പക്ഷെ അത് തയ്ച്ചിട്ടുണ്ടാവുമെന്ന് മാത്രം. ചാദർ എന്നാണ് അവരതിനെ പറയുക. ആസാമിലേക്ക് പോകുമ്പോഴും, ആസാമിനെ പറ്റി ഞാൻ പറയാൻ കാര്യം അറിയാമല്ലോ. അമ്മച്ചി, അരവിന്ദിൻ്റെ അമ്മച്ചിയുടെ കയ്യിലുണ്ട് ആസാമിൻ്റെ മുഗാ സിൽക്കൊക്കെ. അവരവിടെയായിരുന്നല്ലോ വർഷങ്ങളോളം അരവിന്ദ് ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു സാരി എനിക്കും തന്നിട്ടുണ്ട്, അവിടുത്തെ ടൈപ്പ് സാരി. അപ്പോൾ ഈ അമ്മച്ചിയുടെ മുഗാ സിൽക്ക് സാരി ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ എടുത്തു നോക്കും. ഉടുത്തു കഴിഞ്ഞാൽ കീറി പോകുന്നോണു. 19 വർഷമായതാണ്. പിന്നെ അപ്പം മുഗാ സിൽക്ക് ആസാമിൻ്റെ. അപ്പോൾ കേരളത്തിൻ്റെ ഇതുമായിട്ട് ബന്ധം കണ്ടോ. പിന്നെ ഇത് ആന്ധ്രാപ്രദേശിലോട്ട് പോകുമ്പം, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പം ബാംഗ്ലൂരിൽ അറിയാം, മൈസൂർ സിൽക്ക് ഉണ്ട്. മൈസൂർ സിൽക്ക് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ കാഞ്ചീപുരം. അതാണല്ലോ ഇത്. കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം എക്സ്പെൻസീവാണ്, പക്ഷെ അതിൻ്റെ മനോഹാരിത അല്ലേ, ഇത് ഭംഗിയാണല്ലേ. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ ആന്ധ്രയിൽ ഉപ്പട സിൽക്സ്, പിന്നെ ഒറീസ, ബീഹാർ, എല്ലായിടത്തും ഉണ്ട്. എല്ലാത്തിൻ്റെ ഒറീസയുടെ സാരീസും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇക്കത്ത് പോലെ ഒരു സാരി പച്ച കളറിൽ, ഞാൻ അതിൻ്റെ പേര് മറന്നു കേട്ടോ. അങ്ങനെ കുറേ തരത്തിലുള്ള സിൽക്കും സാരികളും ഒക്കെ ഉള്ള ഇന്ത്യയുടെ സംസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉപ്പട സിൽക്ക്, പൈത്തൻ സിൽക്ക്, ബനാറസ്, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരീസാണ് ബനാറസും കാഞ്ചീപുരവും. ഒരെണ്ണമെങ്കിലും ഒരു സ്ത്രീയുടെ വാർഡ്രോബിൽ ഉണ്ടാവണം, ഒരു കല്യാണ സാരിയുടെ രൂപത്തിലാണെങ്കിലും. അപ്പോൾ എൻ്റെ കല്യാണ സാരി എടുക്കാനുള്ള പ്രചോദനവും ഭീമ ജ്വല്ലേഴ്സിൻ്റെ പരസ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് റെഡ് കളർലെസ് കാഞ്ചീപുരം സാരി, ഓറഞ്ച് റെഡായിട്ട് ആ സാരി വന്നിട്ട് ജയലക്ഷ്മിയിലാണ് ഞാൻ പോയത് കേട്ടോ. ജയലക്ഷ്മിയാണ് അന്നൊക്കെ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. അവിടെ ആകെ 5 എണ്ണേ ഉള്ളൂ 10,000 രൂപയുടെ വിലയുള്ള സാരികൾ. കാരണം ആരും അങ്ങനെ, അന്ന് 3 പവൻ കിട്ടും 10,000 രൂപയ്ക്ക്. ആളുകൾ ഗോൾഡ് വാങ്ങിക്കുമോ സാരി വാങ്ങിക്കുമോ. അപ്പോൾ ഞാൻ അരവിന്ദിനോട് സംസാരിച്ചായിരുന്നു, എനിക്കിങ്ങനെ താല്പര്യമുണ്ട് സാരി, എനിക്കെന്നും എൻ്റെ മനസ്സിൽ വെക്കേണ്ടത്, കുഴപ്പമില്ല വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. എനിക്കത് ഇന്നും അരവിന്ദും ഞാനും വല്ലാണ്ട് സംസാരിക്കുമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നല്ല രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫസ്റ്റ് സാരി, സെക്കൻഡ് സാരി, തേർഡ് സാരി, ഇത്രയും സാരി വാങ്ങിച്ചു. എല്ലാം കാഞ്ചീപുരത്തിൻ്റെ 4 എൻ്റെ കയ്യിലുണ്ട്. ഇതിനു മുമ്പും ഞാൻ സാരീസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് കാണിക്കുകയുണ്ടായി. എൻ്റെ ഒരു ചെറിയ റീലുണ്ടായിരുന്നല്ലോ അമ്മച്ചിയുടെ സാരീസ് കാണിച്ചിട്ട്, നിങ്ങൾ അതിലൊന്ന് പോയി നോക്കൂ കേട്ടോ. ഇന്ന് സാരീസിൻ്റെ ദിവസമായതുകൊണ്ട് ഞാൻ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് സാരീസിനെ പറ്റി സംസാരിക്കും കേട്ടോ. അത് ഒന്ന് പുറത്തേക്കാം. അപ്പോൾ അത് നമ്മുടെ ദേശീയ വസ്ത്രമാണല്ലോ. ഈ ദേശീയ വസ്ത്രം ഇട്ടിട്ട് ഞങ്ങളൊരു കോൺഫറൻസിന് പോയ കഥയും എൻ്റെ ബാഗിലുണ്ട്. ഞാൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടില്ല എല്ലാവരും. ശ്രീദേവി സാരി ഇട്ടിട്ട് ഒരു കാപ്പിക്കടയിൽ പോകുന്ന, അത് തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ കാണുന്നതിന് 2 വർഷം മുമ്പ്. ഇതൊക്കെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മീൻസ് സംതിങ് ഡേജാവു പോലെ, അതായത് ഇത് എപ്പോഴോ എവിടെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നും. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ കാര്യം തന്നെ ഞാൻ ഈ സിനിമയിൽ കാണുകയാണ് തിയേറ്ററിൽ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോളോടും അരവിന്ദിനോടും പറഞ്ഞു, അരവിന്ദ് ഇതാണ് സംഭവിച്ചതെന്ന്. ഞാൻ അവിടെ അന്ന് ചായക്കട പറഞ്ഞ സ്റ്റാർബക്സ് ആട്ടോ. സ്റ്റാർബക്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഐ വാസ് വെയറിങ് എ സാരി. അപ്പോൾ അന്നൊക്കെ സാരിക്ക് ഇത്രയും റെക്കഗ്നീഷൻ ഇല്ല. ഇന്നാണെങ്കിൽ അവരും ചോദിച്ചിട്ട് വരികയാണ്, ഹൗ ടു ഡ്രേപ്പ് എ സാരി എന്ന് എല്ലാവരും ചോദിക്കും. വേർ ഡു യു ബൈ ദോസ്. പണ്ട് അത്രയും റെക്കഗ്നീഷൻ ഇല്ല. 90s പിന്നെ 2000 ഞാൻ 2010 ഞാൻ പോയെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം. 2010 ആ സമയത്താണ്. അപ്പോൾ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ സാരി ഇട്ടിട്ട്.
ഞാൻ സാരി അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ അന്ന് ഇട്ടത്. അല്ലാത്തപ്പോഴൊക്കെ ഐ വെയർ പാൻസും അതൊക്കെ ഇടും. അന്ന് ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിട്ടതാണ്. അപ്പോൾ അവിടെ ബാംഗ്ലാദേശി ലോ ഫോമിൽ വന്നവർ അതേ രീതിയിലാണ് ഉടുക്കണം, ഇങ്ങനെ മുമ്പോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഉടുത്തിട്ട് നിൽക്കുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വി ആർ ഫ്രം ഇന്ത്യൻ ലോ ഫോം. അതിന് വേണ്ടിയിട്ടാണ്. സോ ദേ വിൽ ബ്രിങ് കേസസ് ടു അസ്. ട്രേഡ് മാർക്സിൻ്റെ കേസ് ഇതായിരുന്നു, ഇൻറ്റ എന്ന് പറയും, ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്ക് കോൺഫറൻസ് ആയിരുന്നു. അതിന് പോയതാണ് സാൻ ഫ്രാൻസിസ്കോയിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് കാപ്പി കുടിക്കാൻ വേണ്ടി മേടിക്കാൻ ഞാനിങ്ങനെ ക്യൂവിൽ നിന്നപ്പോൾ ക്യൂ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ദിസ്. എനിക്കറിയില്ല, മോള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇതിൽ കയറുന്നത്. അമ്മ യു ഷുഡ് ഗോ ദെയർ. അന്നൊന്നും ഇവിടെ ഇല്ല സ്റ്റാർബക്സ്. അതിൽ ലാറ്റെ എന്തൊക്കെയോ കപ്പിച്ചിനോ ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ലാർജ്, സ്മോൾ, മീഡിയം ഒന്നും പിടിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ക്യൂവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഐ നീഡ്. അപ്പോൾ ആ ലേഡി ഉണ്ടല്ലോ എൻ്റെ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ മറ്റേ ആഫ്രിക്കൻ ലേഡിയാണ്, ആഫ്രിക്കൻ അമേരിക്കൻ. അവർ ചോദിക്കുന്നത് കം ഓൺ ലേഡി വാട്ട് യു വാണ്ട്, അങ്ങനെ ഭയങ്കര റൂഡായിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ മീൻ ജസ്റ്റ് മൂവ് ഫ്രം ദ ക്യൂ ആൻഡ് ഡിസൈഡ് ആൻഡ് കം ബാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പുറയിൽ നിന്ന് ആൾ പറഞ്ഞു ലെറ്റ് മീ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഓർഡർ ചെയ്ത് എനിക്ക് മേടിച്ച് തന്നാൽ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും ക്യൂ നിൽക്കണ്ടേ. അത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് മൂവി എടുത്ത് നോക്കൂ, ശ്രീദേവിയുടെ ഒരു ഇതുണ്ട് അതിനകത്ത്. ഇങ്ങനെ തന്നെയായിരുന്നു എനിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ സാരി ഓർമ്മകളാട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് ടേക്ക് അവേ എന്ന് ചോദിച്ചാൽ ഇതിൽ ഞാനൊരു ടേക്ക് അവേ പറയും. യു ഷുഡ് എംബ്രേസ് യുവർ ഹെറിറ്റേജ്. നിങ്ങളുടെ പൈതൃകത്തിനെ നിങ്ങൾ കൂട്ടിപ്പിടിക്കണം. സാരി എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, യങ്സ്റ്റേഴ്സ് എല്ലാവരും സാരീസ് അധികവും ഡ്രേപ്പ് ചെയ്യാൻ നോക്കുക. ഇന്ത്യയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് സാരി. അതുകൊണ്ട് അതൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. താങ്ക് യു.